നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്ര സന്ദർശിക്കും. രാവിലെ 11-ന് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ ആഗോള ഫിൻടെക് മേള പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് 1:30-ന് പാൽഘാറിലെ സിഡ്കോ മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ 76,000 കോടി രൂപയുടെ വാധ്വാൻ തുറമുഖം പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2024 മുംബൈയിൽ നടക്കുന്ന പ്രത്യേക സെഷനിൽ പ്രധാനമന്ത്രി സംസാരിക്കും. പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഫിൻടെക് കൺവർഷൻ കൗൺസിൽ എന്നിവർ സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സമ്മേളനത്തിൽ നയരൂപകർത്താക്കൾ, റെഗുലേറ്റർമാർ, മുതിർന്ന ബാങ്കർമാർ, വ്യവസായ പ്രമുഖർ, ഇന്ത്യയിലും വിദേശത്തുമുള്ള വിദ്യാഭ്യാസ വിദഗ്ധർ എന്നിവർ ഉൾപ്പെടെ 800ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. 350-ലധികം സെഷനുകൾ ഉണ്ടാവും. ഉച്ചയ്ക്ക് 1:30-ന് പാൽഘാറിലെ സിഡ്കോ മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ 76,000 കോടി രൂപയുടെ വാധ്വാൻ തുറമുഖ പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി ഏകദേശം 1,500 കോടി രൂപയുടെ 218 മത്സ്യബന്ധന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും തറക്കല്ലിടും. ഈ പദ്ധതികൾ മേഖലയിൽ 5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 360 കോടി രൂപ ചെലവ് വരുന്ന നാഷണൽ റോൾ ഔട്ട് ഓഫ് വെസൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്പോട്ട് സിസ്റ്റവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 13 തീരദേശ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിൽ 1 ലക്ഷം ട്രാൻസ്പോണ്ടറുകളും സ്ഥാപിക്കുന്നതിനും പ്രധാനമന്ത്രി ഇന്ന് തുടക്കമിടും. ഭാരതത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖങ്ങളിലൊന്നാണ് വാധ്വാൻ. ഈ തുറമുഖം തുറക്കപ്പെടുന്നതിലൂടെ അന്താരാഷ്ട്ര കപ്പൽ പാതകളിലേക്ക് നേരിട്ട് സമ്പർക്ക സൗകര്യം ഒരുക്കുകയും യാത്രാ സമയം ചെലവ് കുറയുകയും ചെയ്യും. ആഗോള വ്യാപാര കേന്ദ്രം എന്ന നിലയിലുള്ള സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തും. വലിയ കണ്ടെയ്നറുകൾ, കപ്പലുകൾ കൈകാര്യം ചെയ്യൽ, ആഴത്തിലുള്ള ഡ്രാഫ്റ്റുകൾ ഉറപ്പാക്കൽ, വളരെ വലിയ ചരക്കു കപ്പലുകളെ ഉൾക്കൊള്ളൽ എന്നിവയുടെ രാജ്യത്തിന്റെ വ്യാപാരവും സാമ്പത്തിക വളർച്ചയും ഉത്തേജിപ്പിക്കുന്നതിന് ലോകോത്തര സമുദ്ര കവാടം സ്ഥാപിക്കുവാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യയും അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കും. തുറമുഖം ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രാദേശിക വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കുമെന്നും പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനത്തിനും സംഭാവന നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാൽഘാർ ജില്ലയിലെ ഡെഹാണു പട്ടണത്തിനടുത്താണ് വാധ്വാൻ തുറമുഖം. മത്സ്യബന്ധന കപ്പൽ സങ്കേതങ്ങളുടെയും സംയോജിത അക്വാ പാർക്കുകളുടെയും വികസനം, റീസർക്കുലേറ്റീവ് അക്വാകൾച്ചർ സിസ്റ്റം, ബയോഫ്ലോക് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കൽ തുടങ്ങിയവയ്ക്കും പ്രധാനമന്ത്രി ഇന്ന് ആരംഭം കുറിക്കും. ഈ പദ്ധതികൾ വിവിധ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുകയും മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനം മെച്ചപ്പെടുത്തുന്നതിനും മത്സ്യമേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ദശലക്ഷക്കണക്കിന് പേർക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗം സൃഷ്ടിക്കുന്നതിനും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളും നൽകും. മത്സ്യബന്ധന കപ്പൽ സങ്കേതങ്ങളുടെ വികസനം, നവീകരണം, ഫിഷ് ലാൻഡിംഗ് കേന്ദ്രങ്ങൾ, മത്സ്യചന്തകളുടെ നിർമ്മാണം എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന മത്സ്യബന്ധന അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടും.